ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാളിങ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 9 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരെല്ലാവരും കൂടി ഫോട്ടോ ഷൂട്ടിനായി അവിടേക്ക് പ്രിപ്പയർ ചെയ്ത് പോകുന്നതെല്ലാം കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ അവിടെ എത്തി ഒരുപാട് ഫോട്ടോസ് എല്ലാവരും കൂടി എടുക്കുന്നെല്ലാം ഉണ്ട്. അങ്ങനെ ടോങ് ഒരുപാട് നേരമായിട്ടും റെഡിയായി വരാത്തത് കാരണം നേരെ ചെങ്ങിനോട് അവളെ വിളിച്ചു വരാനെല്ലാം മാനേജർ പറയുന്നെല്ലാം ഉണ്ട്. അവനാണെങ്കിൽ നേരെ പോയി ഡോറ് തുറക്കുന്നത് അവൾ അവിടെ ഇരുന്ന് മാറ്റുകയായിരുന്നു. ഇതെല്ലാം കാണുന്ന അവനാണെങ്കിൽ ഒരുപാട് നാണക്കേടെല്ലാം തോന്നുന്നുണ്ട്. അങ്ങനെ അവൾ മാറ്റുന്നത് കാണുന്ന അവൾക്കും ഒരുപാട് നാണക്കേടെല്ലാം തോന്നുന്നുണ്ട്. അങ്ങനെ അവൻ സോറിയെല്ലാം പറഞ്ഞ് വേഗം ഡോറെല്ലാം അടിച്ച് പുറത്തു നിൽക്കുന്നുണ്ട്. അതേസമയം അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒട്ടും അറിയില്ലായിരുന്നു. അങ്ങനെ ടോങ്ങിനെ വിളിക്കാൻ പോയ ചെങ്ങിനെയും കാണാതായത് കാരണം മാനേജർ ചെങ്ങിൻ്റെ അനുജൻ ലീഷോയെ വിടുന്നുണ്ട്. ലീഷോ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്താ വരാത്തത്, അവൾ എവിടെ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവൾ ഡ്രസ്സ് എന്തോ ചേഞ്ച് ചെയ്യുകയാണ്, എന്നോട് പുറത്തു നിൽക്കാനാ പറഞ്ഞ്, നീ ഇവിടുന്ന് പോയിക്കോ എന്നെല്ലാം പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞെല്ലാം അയക്കുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വരുന്ന ടോങ്ങിനോട് ചെങ്ങ് പറയുന്നുണ്ട്, സോറി, ഞാനത് അറിയാതെ ചെയ്തു പോയതാണ്, ഇനി അങ്ങനെ ഉണ്ടാകില്ല, നീ ആരോടും ഇത് പറയണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ടോങ് ആണെങ്കിൽ ഒരുപാട് നെട്ടുന്നുണ്ട്. കാരണം ചെങ്ങ് അവളോട് സോറി പറഞ്ഞില്ലേ എന്നതിൽ. അങ്ങനെ അവളുടെ ഫോട്ടോഷൂട്ടെല്ലാം നടക്കുന്നുണ്ട്. അതിനിടയിൽ അനിയൻ്റെ കൂടെ അവളോട് ഫോട്ടോഷൂട്ടെല്ലാം ചെയ്യാൻ പറയുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമില്ലെങ്കിലും അവൾ അങ്ങനെ നിന്ന് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് മാനേജർ ചെങ്ങിനോട് പറയുന്നത്. ചെങ് പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് പോകുന്നത്? അപ്പോൾ അവൻ, അതൊരു രസമല്ലേ, നീ പോയേക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവൻ പോകുന്നത് നേരെ ക്യാമറമാൻ കൊണ്ടുപോയി ഒരു കസേരയെല്ലാം അവിടേക്ക് വയ്ക്കുന്നുണ്ട്. അത് വെക്കുന്നത് കാണുന്നതും നേരെ ടോങ് കയറി അതിൽ കയറി നിൽക്കുന്നെല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് നിൽക്കാനുള്ള ചെയറല്ലായിരുന്നു അത് ചെങ്ങിനിരിക്കാനുള്ള ചെയറായിരുന്നു. അങ്ങനെ അവളെ തിരുത്തിക്കൊണ്ട് അവരെല്ലാവരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ നേരെ അവരുടെ ഫോട്ടോഷൂട്ടെല്ലാം കഴിയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഫോട്ടോഷൂട്ടെല്ലാം കണ്ട് എല്ലാവരും അനിയനും ടോങ്ങുമാണോ ഇപ്പോൾ റിലേഷൻ, അല്ലെങ്കിൽ ചെങ്ങും ടോങ്ങുമാണോ റിലേഷൻ എന്നതിൽ ഡൗട്ട് അടിച്ച് ഒരുപാട് മെസ്സേജ് എല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം വായിച്ച് നടക്കുന്ന ടോങ് ആണെങ്കിൽ നേരെ കാലെല്ലാം തടഞ്ഞ് തറയിലേക്ക് വീകുന്നുണ്ട്. അന്നേരം അവിടെ ഫ്രണ്ടെല്ലാം വന്നിരുന്നു. അവളാണെങ്കിൽ ഓടി വന്ന് പിടിക്കാൻ നോക്കുന്നതും ടോങ് അതാ പട്ടേ എന്ന് പറഞ്ഞ് താഴേക്ക് വീകുന്നുണ്ട്. താഴെ വന്ന് അവൾ കണ്ണു തുറന്ന് നോക്കുന്നതും അവൾ 2 പേരെയും അല്ല 3 പേരെയും കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ട അവൾ ഒരുപാട് ചമ്മുന്നെല്ലാം ഉണ്ട്. കാരണം അവരുടെ മുമ്പിൽ നിന്ന് അവൾ വീണില്ലേ എന്ന കാര്യത്തിൽ. അങ്ങനെ ചെങ്ങും എല്ലാവരും കൂടി Y2CB ടീമിൻ്റെ കൂടെ ഒരു ഗെയിം എല്ലാം കളിക്കുന്നുണ്ട്. അതിനിടെ ചെങ്ങിൻ്റെ ട്രിക്സ് എല്ലാം കണ്ടുപിടിച്ച് ഒരു ഗെയിം എല്ലാം കളിക്കുന്നുണ്ട്. അവനെ ഒരുപാട് വട്ടം തോൽപ്പിക്കാനെല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ടും ചെങ്ങിന് മനസ്സിലാകുന്നില്ല ചെങ്ങിൻ്റെ ട്രിക്സ് എല്ലാം ഉപയോഗിച്ച് ആരാണ് ഈ കളിക്കുന്നതെന്ന്. പിന്നെയാണ് ചെങ്ങിന് പിടികിട്ടുന്നത് അവൻ്റെ ഫ്രണ്ടായിരുന്നു എന്നത്. അത് പിന്നെ കാണിക്കുന്നുമുണ്ട്. അവൻ Y2CB ടീമിൽ ജോയിൻ ചെയ്തു എന്ന എല്ലാം ചെങ്ങിന് ഡൗട്ടെല്ലാം അടിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ആ ടൈം ചെങ്ങ് ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഗെയിമിൽ വിജയിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ചെങ്ങ് പറയുന്നുണ്ട്, ഹീറോ വന്നിട്ടുണ്ട് ഗെയിം കളിക്കാനായി, ഹീറോ Y2CB ടീമിലായി ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ട് ഡൗട്ട് അടിച്ച ടോം ചോദിക്കുന്നുണ്ട്, അതാരാ, ഇവൻ എങ്ങനെയാ അവനെ അറിയുന്നത്, ഇത്രയും കറക്റ്റായിട്ട് ഇതുവരെ ന്യൂസ് വരെ ഇറക്കിയിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ലിയോ ആണെങ്കിൽ പറയുന്നുണ്ട്, ആ ഹീറോയുടെ സബ്ബായിട്ടായിരുന്നു ഈ ചെങ്ങ് ആദ്യമായി കളിക്കാനായി വരുന്നത് എന്നുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനിടയിലായിരുന്നു Y2CB ടീമിൽ ഹീറോ ജോയിൻ ചെയ്തു എന്ന ന്യൂസ് എല്ലാം വന്നിരുന്നത്. ഇതെല്ലാം കാണുന്ന ടോങ്ങിനാണെങ്കിൽ ഒരുപാട് അതിശയം തോന്നുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ ചെങ്ങ് മേലെ പോയി ഒറ്റയ്ക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കായിരുന്നു. ചെങ്ങ് ആദ്യമായി കൊറിയൻ ടീമിലേക്ക് ഗെയിം കളിക്കാനായി ജോയിൻ ചെയ്യുന്നതും ഹീറോയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നത്.